വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിത്തെഴുതി നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലപ്പെടുവിക്കാൻ കഴിയാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലേ നിങ്ങൾക്ക് ഫലപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് എന്ന് പറയും? നിങ്ങൾ എന്നിൽ വസിക്കും എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്നിൽ വസിക്കുകയും 15:6 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. എന്നിൽ വസിക്കാത്തവൻ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അതായത് വസിക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയാവാ? തൊകിടൻ ക്രിസ്ത്യാനിയാണ്. അവിടെ ദൈവം യാതൊരു ദാക്ഷിണ്യവും കാണിക്കണില്ല. എന്നെ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിപ്പോകും, കൃപ വറ്റിപ്പോകും. പിന്നെന്ത് ചെയ്യും? പുറത്തോട്ട് എറിഞ്ഞു കളയും. പുറത്തോട്ട് എറിഞ്ഞു കളയുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ദൈവത്തിന് കുറച്ച് സാഡിസം കൂടി കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എറിഞ്ഞു കളഞ്ഞ് ഉണങ്ങിപ്പോയ സാധനത്തിന് തിരക്കി എടുത്തുകൊണ്ട് പോയത് ചുട്ടുകളയെന്ന് പറഞ്ഞിരിക്കണേ പോരെ. ഇപ്പൊ ഒറ്റ നടക്ക പോകത്തിൽ നടന്നു. കർത്താവിന്റെ വചനം അറിഞ്ഞതിനു ശേഷം അറിയാതെ ജീവിച്ചാൽ നിനക്ക് വെച്ചിട്ടുണ്ട് മകനെ. ഇത് നിസ്സാരമല്ലേ? ഇത് പറയാൻ സഭ ഇപ്പൊ പറയണില്ലല്ല. സഭയ്ക്ക് എല്ലാ ആൾക്കാർക്ക് ഇക്കിളി കൂട്ടിയിട്ട് കുറെ ചിരിച്ചിപ്പിച്ച് എന്നാൽ പിന്നെ പട്ടപ്പ് കിട്ടേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ഒരു സാധനം വടി കൊണ്ട് ആൾക്കാരുടെ പളക്കെട്ട് കുത്തി കൊടുത്താൽ പോലെ. കർത്താവിന്റെ വചനം നീ അറിഞ്ഞതിന് ശേഷം നീ അറിയാത്ത പോലെ തലയെ മുണ്ടിട്ട് ജീവിച്ചാൽ പണി വരുന്നുണ്ട്. അവറാച്ച ഒരു മാർഗമില്ല എൻ്റെ അടുത്ത്. കർത്താവിന്റെ വചനം അറിഞ്ഞതിന് ശേഷം, അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, നിങ്ങളുടെ കല്യാണവും വിവാഹവും മക്കളുണ്ടാകുന്നതും അല്ല ദൈവത്തിന്റെ പ്രശ്നം. ദൈവത്തിന്റെ പ്രശ്നം യേശുക്രിസ്തുവിന്റെ ചോരയാണ്. അത് ഈ ഭൂമി വീണിരിക്കുകയാണ്. അത് വെറുതെ ആയിപ്പോയാൽ, അവന്റെ വചനം കേട്ടിട്ട് അവന്റെ ചോരയെ വ്യർത്ഥമാക്കിയാൽ പിന്നെ ദൈവത്തിന് മുമ്പിൽ നിനക്കെന്നാ വില ഉള്ളത്? അത് ഉണങ്ങിയ കമ്പ് പോലെ കരിഞ്ഞു പോകും. അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയാവുന്നതാണ്. ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ആ നിത്യതയിലായിരിച്ച് നിന്റെ കാര്യം സ്വാഹ. പക്ഷെ മറിച്ചുടനെ ദൈവം പറയും, എന്റെ വചനം കേൾക്കുകയും പറഞ്ഞേ എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കണത്? ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് ഫാൻസിയെ പോലെ വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. മനസ്സിലായില്ലേ? കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോഴുള്ള മിനിമം പരിപാടി അല്ലേ ഇത്?